ഇന്നത്തെ എപ്പിസോഡിൽ അനു നിരാഹാരത്തിനൊരുങ്ങിയതാണ് കാണിക്കുന്നത്. അതായത് ഭക്ഷണം പോലും കഴിക്കാതെ ആരോടും ഒന്നും മിണ്ടാതെ ഒറ്റപ്പെട്ടൊരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ അനുമോള് കടന്നു പോകുന്നത്. വിശദമായി പറയുകയാണെങ്കിൽ നമ്മുടെ ബിഗ് ബോസ് വീടിനകത്ത് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഗ്രൂപ്പ് കളി തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലുള്ളത് നമ്മുടെ അനു തന്നെയാണ്. അനുവിനെ ടാർഗറ്റ് ചെയ്യാനായിട്ട് അപ്പാനി, ശരത്, അതുപോലെ തന്നെ റന, ഫാത്തിമ, ജിസേൽ ഇവരൊക്കെ തന്നെയും ശ്രമിക്കുന്നുണ്ട്. ഇവർക്കിടയിൽ ഒറ്റപ്പെട്ട പോരാട്ടം തന്നെയാണ് അനു നടത്തുന്നതും. ഇതിനിടയിൽ കിച്ചണുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളൊക്കെ തന്നെയും ബിഗ് ബോസ് വീടിനകത്ത് അരങ്ങേറുകയും ചെയ്തു. ഇതോടെ ഭക്ഷണം കഴിക്കാൻ പോലും തയ്യാറാകാതെ നിരാഹാരത്തിൽ ഒരുങ്ങിയിരിക്കുകയാണ് അനുവും. ഒടുവിൽ ക്യാപ്റ്റനായ അപ്പാനിയും അതുപോലെ തന്നെ നൂറയും ആദിലയും ഷാനവാസും ഒക്കെ തന്നെയും അനുവിനെ വിളിച്ചു വരുത്തുന്നുണ്ട്. എന്നാൽ അനു ഭക്ഷണം കഴിക്കാൻ തയ്യാറാകുന്നില്ല. ഒടുവിൽ നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട്, നീ ഭക്ഷണത്തിന്റെ അടുത്ത് എന്തിനാണ് എതിർപ്പി കാണിക്കുന്നത്? ഇത് എല്ലാവർക്കുമുള്ള ഭക്ഷണമാണ്. ഒടുവിൽ എല്ലാവരും അനുമോൾക്ക് വേണ്ട ഫുഡ് മാറ്റിവെച്ചിട്ട് കഴിക്കാൻ തയ്യാറാവുകയും ചെയ്തു. ആ സമയത്തും അനു ഭക്ഷണം കഴിക്കാൻ തയ്യാറാകുന്നില്ല. എന്തായാലും ഈ വിഷയത്തിൽ കിച്ചണുമായി ബന്ധപ്പെട്ട പ്രശ്നം തന്നെയാണ് പ്രധാനമായിട്ടും കാരണമായത്. അതായത് കിച്ചൺ ടീമിൽ പ്രശ്നങ്ങളൊക്കെ തന്നെയും അരങ്ങേറിയ സമയത്ത് അനുവിനെ എല്ലാവരും ഒറ്റപ്പെടുത്തുകയായിരുന്നു. അനു ഇപ്പൊ തന്നെ കാര്യങ്ങളൊക്കെ തന്നെയും ചെയ്തു തീർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അനുവിനെ വെല്ലാടങ്ങിട്ട് ട്രിഗർ ചെയ്യുന്ന ഒരു അവസ്ഥ തന്നെയായിരുന്നു ആ സാഹചര്യത്തിൽ ഉണ്ടായത്. പ്രത്യേകിച്ച് രണ്ടുപേരെ ഇപ്പോൾ സ്വച്ഛാധിപതികൾ കൂടെ ആക്കിയതോടെ ബിഗ് ബോസ് വീടിനകത്ത് പല അധികാരങ്ങളും പലർക്കും ലഭിച്ചിട്ടുണ്ട്. എങ്കിലും അനു ഇപ്പോൾ ഒറ്റപ്പെട്ട സ്ട്രാറ്റജി എടുത്തിരിക്കുകയാണോ എന്നും പ്രേക്ഷകർക്ക് അഭിപ്രായമുണ്ട്. ഒറ്റപ്പെട്ട സ്ട്രാറ്റജി ഇതിനു മുൻപും പലരും എടുത്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ ബിഗ് ബോസിന്റെ കണ്ടീഷൻ അനുസരിച്ച് അതൊന്നും നിലകൊള്ളാൻ സാധ്യതയില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്. ഷാനവാസും അനീഷും ഒക്കെ തന്നെയും ഒറ്റപ്പെട്ട സ്ട്രാറ്റജി തന്നെയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്നാൽ അനുവിന്റേത് കുറച്ച് വ്യത്യാസമുണ്ട്. അതായത് അനു പല സന്ദർഭങ്ങളിലും വളരെ ഇമോഷണൽ ആയിട്ടാണ് പെരുമാറാറുള്ളത്. ബിഗ് ബോസിനെ പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ അത്തരം ഇമോഷണൽസിന്റെ ഒന്നും വിലയില്ല. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് കളിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈഗോ ഒക്കെ മാറ്റി വെച്ചിട്ട് വേണം ബിഗ് ബോസിനെ പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട്. അവനുണ്ടാക്കിയ ഭക്ഷണം ഞാൻ കഴിക്കില്ല, എനിക്ക് ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് വീട്ടിൽ പിടിച്ചു നിൽക്കാൻ ഒരിക്കലും പറ്റിയെന്ന് വരില്ല. എന്തായാലും നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്.